ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുമ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടുതലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ രാവിലെ തൊട്ടേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻട്രോ ഉച്ചയ്ക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ആദ്യം കാണിക്കാട്ടോ. ഞാനിപ്പോൾ മേലെ റൂമിൽ വന്നതാണ്. ഡെലിവറി കഴിഞ്ഞ മുതൽ ഞാൻ താഴെയാണ് കിടക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ മേലെ റൂമിൽ ഈ ഒരു ബലൂൺ എടുക്കാനും ഇത് വേർപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഇൻട്രോ എടുക്കുക. താഴെ എല്ലാവരെയും അടിക്കുന്ന എനിക്കൊരു ഓൺ വോയിസിൽ ഇൻട്രോ ഒക്കെ എടുക്കാനൊരു മടി. അപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗമൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബലൂണൊക്കെ വേർപ്പിച്ച് സെറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് വരാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കട്ടൻ കാപ്പും അതുപോലെ അതിൻ്റെ കൂടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും സാധാരണ കട്ടൻ കാപ്പി ഉണ്ടോ കുടിക്കാറും. ഞാൻ പിന്നെ ഡെലിവറി കഴിഞ്ഞ് മുതൽ ആ സമയത്ത് നേന്ത്രപ്പഴം മുട്ടയൊക്കെ പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. ഫസ്റ്റ് 2-2.5 മാസം റെഗുലറായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിലാണ്. പിന്നെ ആദ്യമൊക്കെ ബൂസ്റ്റോ പാലോ ഹോർലിക്സൊക്കെ ആയിട്ട് കഴിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കട്ടൻ കാപ്പി തന്നെ കുടിക്കാറ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാധാരണ കുറച്ച് നേരം കൂടി കിടക്കും കേട്ടോ. ഇവർക്ക് സ്കൂളിലെ ദിവസമാണെങ്കിൽ ഒരു 6:45 വരെ കിടക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി കിടക്കും. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ കൂടി എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ടൈം കൂടുതൽ വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആ വീഡിയോ സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ടൈം പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ കിടക്കാനൊന്നും നിന്നില്ല. നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. രാവിലെ ഒരു 7:45 ആകുമ്പോഴേക്കും ഇവാൻ്റെ സ്കൂൾ വണ്ടി വരും. അപ്പോഴേക്കും ഇവാനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് സാധാരണ സ്കൂൾക്ക് സ്നാക്സിനും കൊണ്ടുപോകാനും. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കണം. അവന് കൂടുതലും ദോശ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്നും ദോശ ഒരേപോലെ കഴിക്കണം വിചാരിച്ചിട്ട് ദോശ വെച്ചിട്ടും ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കി അതുപോലുള്ള ഷേപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ സാധാരണ ദോശയും മസാല ദോശയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിൽ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഈ ദോശ ഉണ്ടപ്പം ഇവാനിങ്ങനെ പറഞ്ഞു അവനങ്ങനത്തെ ദോശ വേണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ വിചാരിച്ചു ദോശമാവുണ്ട് ബീട്രൂട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ കരുതിയിട്ട് അതുണ്ടാക്കുകയാണ്. എല്ലാവർക്കും കൂടെ ഒന്നും അങ്ങനെ ഉണ്ടാക്കണില്ല. അപ്പോൾ അവന് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു പാത്രത്തേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ പേസ്റ്റും അവൻ്റെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ദോശമാവ് അതിൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്സിലും മോഡലിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ എന്തുകൂടി ഇൻട്രസ്റ്റ് ആവും, പിന്നെ കുറച്ച് ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ 2-3 മോഡൽസിൽ ഉണ്ടാക്കി. അപ്പോൾ അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് എന്നുള്ളതല്ല, പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ കാണാൻ അങ്ങനെ ഭംഗിയൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടമാവുമല്ലോ. പിന്നെ സ്കൂൾക്കൊക്കെ സ്നാക്സിനെ കൊടുത്തയക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും അതുപോലെ ചെറുപയർ ചേർത്തിട്ടൊക്കെ ദോശ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ പല കളറിലുള്ള എസൻസുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം. പക്ഷെ അതിലേറെ കുറച്ചും കൂടി ഹെൽത്തി ആയാൽ നമുക്കിങ്ങനെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അങ്ങനെ ഞാനൊരു 2-3 ദോശ എനിക്കുള്ളത് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. പല ഡിസൈനിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിക്കുള്ള കറി അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ഇവാൻ ഉണർത്തണം. ഇവാൻക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും റെഡിയാക്കി എടുക്കണം. എല്ലാം പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിന്ന് ഉറങ്ങാതെ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം വീഡിയോ കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം വേണമല്ലോ. ഇതുപോലെയുള്ള ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ നമ്മൾ സോസിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടല്ലോ അതുപോലെയുള്ള മോഡലുള്ള ബോട്ടിലൊക്കെ ആക്കിയിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി നല്ല അടിപൊളി ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നീക്ക് നോക്കാം. സൂഹി ഇവിടെ ഓർമ്മയുണ്ട്. ഇവിടെ ഉണ്ടായിട്ടോട്ട് വേ നീക്ക്. സമയമില്ല വണ്ടി ഇപ്പോൾ വരും. ഇവാൻ നീച്ച സ്കൂൾ പോണ്ടേ? ഇപ്പൊ പോരെ, സമയം വൈകിക്കൂടെ? 7 മണി കഴിഞ്ഞു. ഇന്ന് പോണം, സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട്. ആട്
ആ പുലി പുലി ഫോൺ ഓഫ് ആക്കുമ്പോഴേ 1 2 3 4. പിന്നെ ഇവാനെ വിളിച്ചോണത്തി അവനെ സ്കൂൾക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി നിർത്തിക്കാട്ടോ. പിന്നെ രാവിലെ അത്യാവശ്യം കുറച്ചൊക്കെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ അവന് പുതപ്പൊക്കെ പുതച്ചിരുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതുപോലെ അവന് രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് എല്ലാ സമയത്തും നമ്മൾ മോർണിംഗ് ക്ലാസ്സൊക്കെ അവരുടെ ഗ്രൂപ്പിൽ ചെല്ലുവിടണം. അപ്പം അതൊക്കെ ചെയ്യാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ സ്കൂളിലുള്ള സ്നാക്സൊക്കെ ആക്കിയിട്ട് പിന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ജോലി ഉള്ളവരാണെങ്കിൽ അവളെ ഫീഡ് ചെയ്യും ഉറക്കൊക്കെ ചെയ്യും കേട്ടോ. ഇന്ന് പിന്നെ ആ സമയത്തൊക്കെ ജോലി നല്ല ഉറക്കുന്നു. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ദോശ ഇഷ്ടപ്പെട്ടോ? സ്കൂൾക്ക് വരണ്ട കേട്ടോ. രാവിലെ പിന്നെ ടൈമൊന്നും വൈകല്ലോ വിചാരിച്ചിട്ട് മിക്ക ദിവസം ഞാൻ തന്നെ അവന് ഫുഡ് വാരി കൊടുക്കായിരുന്നു. ചില ദിവസമൊക്കെ അവന് ഒറ്റയ്ക്ക് തന്നെ കഴിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം ഇനി ടൈം വൈകല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം വൈകിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന് സ്കൂളിലെ സ്നാക്സൊക്കെ ആക്കി വെള്ളമൊക്കെ ആക്കി ബാഗിലാക്കി കൊടുത്തിട്ടു. പിന്നെ ലഞ്ച് കൊണ്ടുപോകാറില്ല, അത് സ്കൂളിൽ കിട്ടും. അങ്ങനെ സ്നാക്സ് മാത്രമേ കൊടുത്തയക്കാറുള്ളൂ. പിന്നെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവന് സ്കേറ്റിംഗ് കൂടി ഉള്ള ദിവസമാണ്. അപ്പോൾ അവൻ്റെ സാധാരണ ബാഗും അതുപോലെ സ്കേറ്റിങ്ങിൻ്റെ ഒരു ബാഗും പിന്നെ അന്ന് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആനുവൽ ഡേ കയറാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയൊക്കെ പിടിക്കണ്ടേ എന്നൊക്കെ അവനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലാസ്സിലേക്ക് അത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞു കൊടുക്കുന്നു. ടീച്ചേഴ്സ് തന്നെ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്നാലും ഇനി ബുദ്ധിമുട്ടേണ്ട ഇരുത്താത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വണ്ടി കയറാൻ നടക്കേ ഈ കയ്യില് വാട്ട് പിടിച്ച പിന്നില് ഈ കയ്യില് ഇത് പിടിച്ച വെക്കോ. ചെക്ക് അറിയില്ല. അവനെ ഇങ്ങനെ അത് എടുക്കാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഞാൻ തന്നെയാണ് അടുത്ത് വണ്ടിക്കൊക്കെ വെച്ച് കൊടുക്കുക. അവന് വെറുതെ എടുത്ത് ഇങ്ങനെ എടുക്കണേ കാണിച്ചു തരാണ്. പിന്നെ സ്കൂളിൽ പോയത് അങ്ങനെ കൂടുതൽ പിടിച്ച് നടക്കാറൊന്നുമില്ല. ക്ലാസ്സിൻ്റെ അടുത്ത് വരെ വണ്ടി ചെല്ലുമല്ലോ. പിന്നെ കൂടുതലൊന്നും പിടിക്കാനില്ല. സ്കൂളിലേക്ക് പോയിട്ട് വരാം. ഏകദേശം ഒരു 7:45 ആകുമ്പോഴേക്കും അവൻ്റെ സ്കൂൾ വണ്ടി വരും കേട്ടോ. അവനെ സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി അവൻ പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കിടക്കാത്ത റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ സൂര്യ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടക്കും. പക്ഷെ അന്ന് അവിടെ അങ്ങനെ കൂടുതൽ നേരമൊന്നും കിടന്നില്ല. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞേക്കാൻ അവളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അവളെ കുളിപ്പിക്കണം. പിന്നെ എണ്ണ തേച്ച് കുറച്ച് നേരം കിടത്തണം. അലക്കാനുള്ള ഡ്രസ്സൊക്കെ മെഷീനിലിടണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കിടക്കാണ്ടാന്ന് മാറ്റി വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ. കാരണം എനിക്ക് അവിടെ കുറച്ച് നേരം കിടക്കണം. രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാനൊക്കെ നീക്കണമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഉറക്കമൊക്കെ വരും കേട്ടോ. ആ ടൈമിൽ കിടക്കാൻ തോന്നും. വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം. സൂഹി ഉറങ്ങുന്ന സമയത്ത് കിടക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കിടന്നില്ല. സൂഹി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചിരിക്കും കേട്ടോ. മാഷാഅല്ലാഹ് അപ്പോൾ അവൾ നല്ല ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അവളെ കളിപ്പിച്ചതിന് ശേഷം പിന്നെ എണ്ണ തേച്ച് കിടത്തുള്ളൂ.
ഓരോ ദിവസത്തെയും ഡെയിലി ലൈഫ് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സൂഹി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് ഉറങ്ങും. ഇവാൻക്ക് സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ ഇവൾ ഉണരുന്ന സമയത്ത് ഉണരുള്ളൂ. അങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ അന്നത്തെ ദിവസത്തെ കാണിച്ചതുള്ളൂ. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. അലക്കാല ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ സൂഹിനെ എണ്ണയൊക്കെ തേച്ച് കിടത്തിക്കണം. ഞാൻ സൂഹിക്ക് നമ്മൾ സാധാരണ കോക്കനട്ടിൻ്റെ വെളിച്ചെണ്ണ ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വിൽക്കണം, അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ തേച്ച് അവിടെ കുളിപ്പിച്ച് പിന്നെ കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനും അവൾക്ക് ലോഷനും പൗഡറും ഒക്കെ സെബാമഡേൻ്റെ കേട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ തേച്ച് ഡ്രസ്സിട്ട് പിന്നെ അവൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങും കേട്ടോ. ചില ദിവസങ്ങളിൽ പിന്നെ അവൾ രാവിലെ തന്നെ കുളിക്കുന്നതിൻ്റെ മുന്നേ അത്യാവശ്യം നല്ല ഉറങ്ങിയിട്ടാണ് എഴുന്നേൽക്കാറ്, എന്നിട്ടാണ് കുളിപ്പിക്കാറ്. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞാൽ ഉറക്കം കുറവായിരിക്കും. ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുളി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നേരം അവൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് നേരമൊക്കെ അവൾ അങ്ങനെ കളിച്ചിടുന്നു. പിന്നെ ഞാൻ തൊട്ടി കിടത്തി ആട്ടി ഉറക്കം വിചാരിച്ചിട്ടോ. ചില ദിവസം അങ്ങനെ കളിച്ചിടുന്ന അവളിനെ പൊട്ടി കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ പിന്നെ തൊട്ടിയിലേക്ക് കിടത്തിയിട്ടും പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഉറക്കലും. മിക്ക ദിവസവും ഇങ്ങനെ തൊട്ടി കിടത്തി ആട്ടിയിട്ട് തന്നെയാണ് ഉറക്കാറ് കേട്ടോ. ചില ദിവസമൊക്കെ അങ്ങനെ കളിച്ചിടത്ത് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഞാനിവിടെ ഒരു ബലൂണൊക്കെ വെപ്പിച്ച് വെച്ചിട്ടുണ്ട്. 4 എന്ന് എഴുതിയ ബലൂണാണ്. നിങ്ങൾ വിചാരിക്കണോ ഇതിപ്പോൾ എന്തിനാണെന്ന്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റാണ് ജനുവരി 30 കേട്ടോ. നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് നോക്കേണ്ടത് ജനുവരി 30 ഞാൻ എടുക്കണേ. മറ്റന്നാൾ ഫെബ്രുവരി 1 ഇവാൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഇവാൻ്റെ 4 വയസ്സാകുകയാണ്. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഞാൻ അവൻ്റെ ഓരോ പ്രായത്തിലും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇനി അവന് വലുതാകുമ്പോൾ ഇൻഷാല്ലാ അവൻ്റെ ഓരോ പ്രായത്തിലത്തെ ഫോട്ടോസൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നാളെ അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം വിചാരിക്കുന്നുണ്ട്. നാളെ എന്തായാലും ബുധനാഴ്ചയാണ് സ്കൂളിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ പോവുക. അപ്പോൾ ആ സമയത്ത് ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതുകൊണ്ട് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ വേർപ്പിച്ച് വെച്ചിട്ടുള്ളത്. അവനെ സ്കൂളിൽ കഴിഞ്ഞ് വന്നാൽ ഇത് വേർപ്പിക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ചിലപ്പോൾ അവനപ്പം തന്നെ കേടിയെടുക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പം തന്നെ വേർപ്പിച്ച് വെച്ചത്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഇവാനെ എന്ന് ഉച്ചയ്ക്ക് 2:45 ആകുമ്പോഴത്തേന് അവനെത്തും. സ്കൂൾ ഉച്ച വരുള്ളൂ. അപ്പോൾ അവന് ആ സമയത്ത് വരും. ഇന്നിപ്പോൾ അവന് സ്കേറ്റിംഗ് ഉള്ള ദിവസമായതുകൊണ്ട് 4 മണി വരെ അവന് ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ഫ്രീ ആണ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ രാവിലെ സൂഹിന് കുളിപ്പിക്കൽ അവളെ ഉറക്കണൊക്കെ സമയമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും നന്നായിട്ടൊന്നാണ് ഉറങ്ങിയിട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ടാണ് ബാക്കി അലക്കലും കുളിയും ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയത്. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് കിടക്കണോ ഉറങ്ങണമൊന്നുമില്ല. വിചാരിച്ചു ഇത് ചെയ്ത് വെക്കാം. പിന്നെ ഇനി എനിക്ക് ചിലപ്പോൾ സൂഹിക്കൊരു ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതൊന്നുമല്ല ഇനിയിപ്പോൾ 3-ാം തീയതി വന്ന് അവൾക്ക് 3 മാസമാവണം. അപ്പോൾ അന്ന് അവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അവളുടെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തേക്ക് മാച്ചായിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി വെക്കണം. ചിലപ്പോഴേ അതൊന്നും ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി 2-3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ഇൻട്രോ എടുത്തു എന്നുള്ളൂ. ഇൻട്രോ എടുത്ത് അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളും പറയാൻ വിചാരിച്ചു. ഇപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഇനി പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല കേട്ടോ. സാധാരണ ദിവസങ്ങളിലൊക്കെ 2:45 ഇവാന് വരും. അപ്പോൾ സ്കൂൾ വണ്ടി വന്ന് റോട്ടിൽ പോയി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പക്ഷേ ഇന്ന് അവന് സ്കേറ്റിംഗ് ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിക്ക് അവനെ ഞാൻ സ്കൂളിൽ പോയി പിക്കും. അപ്പോൾ ആ സമയത്ത് പറ്റുകയാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സാധാരണ ദിവസങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് എന്നും പോണത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ സൂഹിനെ ഉറക്കിയിട്ട് പിന്നെ ഞാനും ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് അലക്കൽ, കുളി, ഫുഡ് കഴിക്കൽ, നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ ദിവസം ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചിട്ട് പോകുന്നത് കാണിക്കുന്നില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ പ്രഗ്നൻസി ടൈമിൽ വീഡിയോ എടുക്കാൻ മടിയും ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങനെ നീണ്ടുപോയി ഡെലിവറി നടക്കണ വരെ
എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓരോ ആഴ്ചയിലും ആ പ്രഗ്നൻസി ടൈമിലെടുത്ത ഓരോ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാനുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിയട്ടെ ഇത് അങ്ങനെ നീണ്ട അങ്ങനെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ സമയത്ത് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാതിരുന്നപ്പോൾ വിചാരിച്ചു അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പേരിടുന്ന സമയത്ത് ഞാൻ പറയേണ്ടതെന്ന്. കുട്ടിക്ക് ഇപ്പോൾ സൂഹിന്ന് ഞാൻ ജനിച്ച ആ ഒരു ടൈമിലും ഗേളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൂഹി എന്നുള്ളൊരു പേര് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. ഒന്നുമില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേര് ഇടാം, അങ്ങനെയൊക്കെ അങ്ങനെ സൂഹി എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ റിയൽ നെയിമിൽ ചിലപ്പോൾ സൂഹി എന്നാവും, അല്ലെങ്കിൽ സൂഹി എന്ന് മാത്രമാവും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സൂഹി എന്ന് മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനി എന്തെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ അത്രയൊക്കെയുള്ളൂ. ഇനി ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവാനെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കേണ്ടത് ഇൻഷാല്ലാ. പിന്നെ എനിക്ക് ഷോപ്പിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതും പറ്റുകയാണെങ്കിൽ ഒന്ന് മേടിക്കണം. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ കാണിക്കാം. അപ്പോൾ ഞാനിനി ഇവാൻ്റെ സ്കൂളിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്യട്ടെ. പിന്നെ വേറെ 1-2 സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇവാൻ്റെ സ്കൂളിലെത്തി അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവനെ തിരിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ സൂഹിനെ ഉറക്കിയിട്ടാട്ടോ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഉണരുന്ന സമയം ആകുമ്പോഴത്തേന് ഏകദേശം വീട്ടിലേക്ക് വേഗം എത്തണം. അതുകൊണ്ട് പിന്നെ ഷോപ്പിൽ നിന്ന് അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ തന്നിട്ടില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ടും പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും അന്നത്തെ ദിവസം എടുത്തിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇവാൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ കുളിപ്പിക്കുക, രാത്രി അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, പഠിപ്പിക്കുക, സൂഹിൻ്റെ കാര്യങ്ങൾ നോക്കുക, രാത്രി ഫുഡ് കൊടുക്കുക, പിന്നെ അവരെ ഉറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.